2008 ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയ പുസ്തകം. 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പുസ്തകം. ഇംഗ്ലീഷ്, അറബിക്, തമിഴ്, നേപ്പാളി, ഒഡിയ, തായ് തുടങ്ങിയ ഭാഷകളിലേക്കൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം. 2014 UAE-യിലും സൗദി അറേബ്യയിലും നിരോധിക്കപ്പെട്ട പുസ്തകം. എഴുത്തുകാരൻ M. മുകുന്ദൻ തന്നെ വിസ്മയിപ്പിച്ച മലയാള നോവൽ എന്ന് വിശേഷിപ്പിച്ച പുസ്തകം. N. ശശിധരൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടല്ല, ഇത് ചോര ചിന്തുന്ന ജീവിതം തന്നെയാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനക്കാരൻ്റെ ആത്മാവിലേക്ക് മണൽക്കാറ്റിൻ്റെ ശരവേഗത്തിൽ പറന്നു വന്ന ഒരു പുസ്തകം. മലയാള സാഹിത്യ ലോകത്ത് ഇനിയും മുഖവുരകളുടെ ആവശ്യമില്ലാത്ത ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ബെന്യാമിൻ്റെ ആടുജീവിതം. ഗൾഫ് പ്രവാസവുമായി ബന്ധപ്പെട്ട രചനകൾ പൊതുവെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളും നാടിനെക്കുറിച്ചുള്ള ഗൃഹാതുരത്വവും ഒക്കെ പങ്കുവച്ചപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി പ്രവാസത്തിൻ്റെ പൊള്ളുന്ന ഒരു മുഖം ആവിഷ്കരിക്കുകയായിരുന്നു ബെന്യാമിൻ ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെ. ഗൾഫ് സ്വപ്നം കാണുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ അറബ് നാടിൻ്റെ സമൃദ്ധിയും അത്ഭുതങ്ങളും സ്വപ്നം കണ്ടു പോകുന്ന നജീബിനെ അവിടെ കാത്തിരുന്നത് അറ്റമില്ലാത്ത മരുഭൂമിയുടെ ചങ്ങലകളായിരുന്നു. ഒരു ആട്ടിടയൻ്റെ വേഷം ജീവിതത്തിൽ പകർന്നാടിയ നജീബ് ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല ദൈവം മറ്റാർക്കോ വേണ്ടി വിധിച്ച വിധിയാണ് താൻ സ്വയം ജീവിച്ചു തീർക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന നോവൽ നിങ്ങളുടെ വിധിയെക്കുറിച്ചും ജീവിതത്തിലെ നിയോഗങ്ങളെക്കുറിച്ചും നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കും എന്നത് തീർച്ച. ജലാശയങ്ങൾ കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച നജീബ് മരുഭൂമിയുടെ പൊള്ളുന്ന വന്യതയിൽ ഒരിറ്റു വെള്ളത്തിനായി അലമുറയിട്ട് കരയുന്നത് ജീവിതം കാത്തുവെക്കുന്ന വിധി വൈപരീത്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. നിരാശയുടെ പടുകുഴിയിൽ വീണ് നിസ്സഹായരായി നിൽക്കുമ്പോൾ ഒരു കൈസഹായവുമായി നിങ്ങളെ മുന്നിൽ കൈപിടിച്ച് നടത്തുന്ന ഇബ്രാഹിം ഗാധിരിയെപ്പോലുള്ള ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യരെക്കുറിച്ചും ഈ പുസ്തകം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഓരോ പേജും മറിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മനുഷ്യൻ്റെ ശരീരഭൂപടം മാറ്റി വരയ്ക്കുവാൻ സാഹചര്യങ്ങൾക്ക് കഴിയുമെന്ന് ഭീതിയോടെ നിങ്ങളും മനസ്സിലാക്കും. മരുഭൂമിയിലെ സൂര്യാസ്തമനം കാണുമ്പോൾ അത് തൻ്റെ ഭാര്യയായ സൈനുവിന് കാണിച്ചു കൊടുക്കാൻ നജീബ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തെ ബെന്യാമിൻ രേഖപ്പെടുത്തി വെക്കുന്നത് ഇങ്ങനെയാണ്: ഏതൊരു മനോഹരമായ കാഴ്ചയും അനുഭവവും പങ്കുവെക്കാൻ കൂടെ ഒരാളില്ലാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന്. 2024 ആടുജീവിതം വായിക്കുമ്പോഴും നജീബ് എന്നത് ഒരു വെറും പേര് മാത്രമാണ്. നിരവധി നജീബുമാർ ഇപ്പോഴും പ്രവാസത്തിൻ്റെ ഏറ്റവും തിക്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടാവും എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തതയുടെ വിജനമായ തുരുത്തുകളാണ് പലപ്പോഴും പല മനുഷ്യർക്ക് നേരെയും പ്രവാസം വെച്ചു നീട്ടുന്നത്. ആടുജീവിതത്തിൻ്റെ 26ാമത് അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് യാതനയും നമുക്ക് സഹിക്കാം, പങ്കുവെക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ. ഒറ്റയ്ക്കാവുക എന്നത് എത്ര ദുഷ്കരമാണെന്ന്. വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പരൽമീനുകളെപ്പോലെ പിടയ്ക്കും. പങ്കുവെക്കപ്പെടാനാവാത്ത വികാരങ്ങൾ ഉള്ളിൽ കിടന്ന് വിങ്ങുകയും പതയുകയും വായിൽ നിന്ന് നുരയുകയും ചെയ്യും. സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാതുണ്ടാവണം, നമുക്ക് നേരെ നോക്കാൻ 2 കണ്ണുകളുണ്ടാവണം, നമുക്കൊപ്പം ഒഴുകാൻ ഒരു കവിൾത്തടമുണ്ടാകണം. അല്ലെങ്കിൽ അത് ഭ്രാന്തിൽ ചെന്നാകും അവസാനിക്കുക, അതുമല്ലെങ്കിൽ ആത്മഹത്യയിൽ. നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കുമായി ബെന്യാമിൻ സമർപ്പിച്ച ഈ പുസ്തകം മലയാളത്തിലെ സർവൈവൽ ത്രില്ലറുകളിലെ ജീവിതം കൊണ്ട് കിടപിടിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതായി നിൽക്കുന്നു. ഈ ഒരൊറ്റ നോവൽ മലയാള സാഹിത്യ ലോകത്തെ ആടുജീവിതത്തിന് മുൻപും ആടുജീവിതത്തിന് ശേഷവുമെന്ന് തിരുത്തി എഴുതിച്ചു. അന്തർദേശീയ വേദികളിൽ ആടുജീവിതം ചർച്ചയായി.
ഇപ്പോൾ ബ്ലെസ്സിയുടെ സിനിമാറ്റിക് വേർഷനും കൂടി കടന്നു വരുന്നതോടുകൂടി മനുഷ്യൻ്റെ അതിജീവന ചരിത്രത്തിലെ സുപ്രധാന രേഖയായി നജീബ് എന്ന മനുഷ്യൻ്റെ ജീവിതം മാറും എന്നത് തീർച്ച.